ഓം നമഃ ശിവായ. എൻ്റെ പേര് മുരളീധരൻ. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഇപ്പോൾ ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ 1-2 പ്രാവശ്യം ഇവിടെ വന്ന് പോയതാണ്. പിന്നെ അവിടുന്ന് പിന്നെ വീട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പാലക്കാട്ടേക്ക് ഇവിടെ ടെമ്പററി ആയിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് മിക്ക ആഴ്ചകളിലും ഇവിടെ വരാൻ നോക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടുന്നത് വളരെ വലിയ അനുഭവങ്ങളാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇതിങ്ങനെ എൻ്റെ പെങ്ങളെ കുട്ടിയൊക്കെ ബാംഗ്ലൂരാണ്. അവരൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ഇവിടെ എല്ലാ പൂജയിലും പങ്കാളിയാക്കി. പിന്നെ ഇവിടെ പൂജയ്ക്ക് മാസങ്ങളോളമുള്ള പൂജകൾക്കൊക്കെ അവിടെ ഷീട്ടാക്കിയിട്ടാണ് ഞാൻ പോവുക. പിന്നെ ഇപ്പം ഇന്നിപ്പോൾ ആരും ഇല്ല. അപ്പം മക്കളൊക്കെ സ്കൂളിൽ പോയി, ആരും ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ വന്ന് ഇപ്പം ഇവിടെ എല്ലാവരും ഷീട്ടാക്കാൻ അവിടെ മുട്ടറക്കേണ്ടതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് സ്വാമീൻ്റെ മുട്ടറത്തിട്ട് ഫലം പറയുന്നതൊക്കെ വളരെ വലിയ എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ എന്നിട്ട് ഞാൻ നമ്മളെ കോഴിക്കോട് പോയാൽ ഫ്രണ്ട്സുകളോടൊക്കെ ചോദിക്കും, പറയുകയും ചെയ്യും. എന്നിട്ട് അവർക്കൊക്കെ ഞാൻ ഇതിങ്ങനെ വീഡിയോയിൽ കാണുന്നതൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ വരണം, വന്ന് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട്. പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഈ നക്ഷത്രവനമൊക്കെ കാണുമ്പോഴൊക്കെ നല്ലൊരു അനുഭൂതിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ കാണാത്തൊരു സംഭവമാണ് ഇതൊക്കെ, നക്ഷത്രവനം. പിന്നെ ഇവിടെ ഈ പരിസ്ഥിതി സംരക്ഷണം വലിയ ഒരു സംഭവം തന്നെയാണ്. അതിന് തന്നെ നമുക്ക് ഒരു വലിയ മാർക്ക് കൊടുക്കാം. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട്. പിന്നെ ഇവിടെ വന്ന് ആരാധിച്ചു പോകണം ഇവിടുത്തെ മഹാദേവൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആരാധനാമൂർത്തിയാണ് മഹാദേവൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പിന്നെ സ്ഥിരമായിട്ട് വന്ന് ഇപ്പോഴും വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ സ്വാമിനോട് ഒരുപാട് കാര്യങ്ങളൊന്ന് ചോദിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ഇന്ന് വന്നത്. അപ്പോഴാണിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായത്. പിന്നെ ഈ ക്ഷേത്രത്തിനെ പറ്റി അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും നല്ലൊരു അനുഭൂതിയുള്ള ഒരു ക്ഷേത്രമായതുകൊണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇവിടെ ഒരു മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും അത് സക്സസ് ആവുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു അനുഭൂതിയാണ്. അപ്പോൾ അതേമാതിരി നമ്മളെമാതിരി ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണല്ലോ എല്ലാവരും. അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നികന്നു കിട്ടണമെങ്കിൽ ഈ ക്ഷേത്രത്തിനോട് വളരെയധികം പങ്കാളിയായിട്ട് ഇവിടെ വരിക. ഇവിടെ നിന്ന് അതായത് കണക്ക് എനിക്ക് പറയാനുള്ള അഭിപ്രായം അതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഗുണം എല്ലാവർക്കും കിട്ടണമല്ലോ. അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഞാൻ നിർത്തും.